ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തേത് നമ്മളൊരു ഹോം ടൂർ വ്ളോഗാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ, എൻ്റെ ഹോം ഷിഫ്റ്റിംഗ് വീഡിയോയിൽ ഞാൻ അടുത്തത് ഹോം ടൂർ വ്ളോഗായിട്ട് വരുന്നു പറഞ്ഞിട്ട് അങ്ങനെ അതുമായിട്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി ഹോം ടൂറിലേക്ക് കിടക്കാം. ഇതൊരു 1 BHK ഫ്ലാറ്റാണ്. 2 ബാത്റൂം വരുന്നുണ്ട്. അപ്പോൾ ഇത് അബു ഷഹാരയിലെ റൂം. നമ്മളെ ആദ്യത്തെ റൂം ഷാജഹാൻ നെഹദയിലെ, ഇതിപ്പോൾ അബു ഷഹാരയിൽ. അപ്പോൾ ഹോം ടൂർ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ആദ്യം പറഞ്ഞുതരാം, ഇതെൻ്റെ വീടല്ല, പക്ഷേ ഇതെൻ്റെ വീട് പോലെ തന്നെ. കാരണം ഇതെൻ്റെ ഏട്ടത്തിൻ്റെ ഫ്ലാറ്റായത്. ഞാൻ വീക്കിലി 2 ദിവസം ഞാൻ ഇവിടെ വന്ന് നിൽക്കലുണ്ട് ഓളെടുത്ത്. അപ്പോൾ എൻ്റെ ഹോം ടൂറെല്ലാം ഞാൻ ഓൾറെഡി എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തതാണ്. കാണാത്തവരുണ്ടെങ്കിൽ, കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ പോയി നോക്കിയാൽ മതി, വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ വിളിച്ച് ഓളോട് നിൽക്കാൻ വേണ്ടിയിട്ട് ഓൾ നിൽക്കുന്നേ ഉണ്ടായിക്കില്ല. അതുകൊണ്ട് ഞാൻ സെൽഫായിട്ട് തന്നെ എടുത്തതുകൊണ്ട് എന്നെ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റൂല. അപ്പോൾ നമുക്കിനി ഒരുപാട് ലാഗ് അടിക്കേണ്ട ഹോം ടൂർ വീഡിയോയിലേക്ക് പോവാം. ഹോം ടൂർ വീഡിയോസ് എല്ലാം ഞാൻ ഒരുപാട് കാണുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടം ഹോം ടൂർ വീഡിയോ എല്ലാം കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അതുപോലെ ഒന്നും സംസാരിക്കാൻ എനിക്കറിയില്ല. എന്നാലും എനിക്കറിയുന്ന പോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതാ ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഹോള് വന്നിട്ട്, ഹോള് തന്നെയാണ് ബാൽക്കണി വരുന്നത്. ബാൽക്കണി ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതുമല്ല, അങ്ങനെ വരുന്നൊരു വലുപ്പത്തിലാണ് ഈ ഒരു ഹോള് വന്നിട്ട്. അപ്പോൾ ആ കാണുന്നത് മെയിൻ ഡോറ്. മെയിൻ ഡോറ് കഴിഞ്ഞാൽ ചെറിയൊരു പാസേജ് ഉണ്ട്, ഒരു കുട്ടി പാസേജ്. ആ പാസേജിലായിട്ട് തന്നെ ഒരു ബാത്റൂം വരുന്നത്. ഒരു ചെറിയൊരു സ്പേസാണ് അത്, പക്ഷെ അതിനെ ഒരു ചെറിയൊരു സ്പേസായിട്ട് വിടാണ്ട് കഴിയുന്ന പോലെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രീൻ കളർ ഹാങ്ങിങ് ലൈറ്റ് എല്ലാം വെച്ചിട്ട്. ഹാങ്ങിങ് ലൈറ്റ് അവിടെ ഉള്ളതല്ല, നമ്മൾ പുതുതായിട്ട് വാങ്ങി വെച്ചതാണ്. ബാക്കിയുള്ള ഹാങ്ങിങ് ലൈറ്റ് എല്ലാം ഓൾറെഡി ഇവിടെ ഉണ്ടായതാണ്. അതിൻ്റെ ഈ ഒരു സ്ഥലത്ത് തന്നെയായിട്ട് നമ്മൾ ഷൂറാക്ക് സെറ്റ് ചെയ്തത്. ഷൂറാക്കിൻ്റെ മേലെയായിട്ടൊരു തട്ടെല്ലാം വെച്ച് ഒരു ഫാമിലി ഫോട്ടോ ഉള്ള ഒരു ഫ്രെയിമും കാര്യമെല്ലാം വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ നേരത്തെ പറഞ്ഞ പാസേജിൽ വരുന്ന ഒരു ഗസ്റ്റ് ബാത്റൂം രണ്ടും നല്ല സൗകര്യമുള്ള ബാത്റൂമാണ്. കുളിക്കാനുള്ള സൗകര്യം കാര്യമെല്ലാം ഉണ്ട്. പൊതുവേ 2 ബാത്റൂം വരുമ്പോൾ ഒരു ബാത്റൂം ചെറുതായിട്ടാണ് കാണൽ, ഓൺലി ബാത്റൂം യൂസിന് മാത്രം. ഇത് രണ്ടിനും കുളിക്കാനുള്ള സൗകര്യം കാര്യമെല്ലാം ഉണ്ട്. പിന്നെ ബാത്റൂം ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, സാധാ നോർമൽ പോലെ തന്നെ. അങ്ങനെ ബാത്റൂമും ഈ ഒരു പാസേജും കണ്ട് ഇനി നമുക്ക് ലിവിങ് ഏരിയ കാണാം. ലിവിങ് ഏരിയ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു സ്പേസ് ഒന്നുമില്ല, പക്ഷേ നമ്മൾ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു പാസേജ് കഴിഞ്ഞാൽ പാടുന്ന ഒരു എൽ ഷേപ്പിലായിട്ട് ഈ ഒരു എൽ ഷേപ്പ് സോഫ ഇടാൻ കണക്കായിട്ടൊരു സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ സോഫ എല്ലാം സെറ്റ് ചെയ്ത്, സോഫയൊക്കെ ഫേസ് ചെയ്യുന്ന രീതിയിൽ TV സെറ്റ് ചെയ്ത് അവിടെ ഒരു സീറ്റിംഗ് ഏരിയ പോലെ ചെയ്തിട്ടുണ്ട്. സോഫേൻ്റെ മേലായിട്ട് ഇങ്ങനെ ഫോട്ടോയിൽ ഹാങ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്കിലായിട്ട് മക്കളെ 2 ഫോട്ടോ ഇതുപോലെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറം വരുന്ന വോളിലായിട്ട് ഓള് 2 വരച്ചിട്ടുള്ള ഫോട്ടോ വെച്ചത്, അത് ആനിവേഴ്സറിക്ക് ഓള് ഗിഫ്റ്റ് കൊടുത്തത് ഓനിക്ക് വേണ്ടിയിട്ട് വരച്ചത്. പിന്നെ അവിടെ ഒരു കീ ഹോൾഡർ വരുന്നുണ്ട്. സോഫേനോട് ചേർന്നിട്ട് തന്നെ ബാൽക്കണീനോട് ചേർന്നിട്ട് അങ്ങനെ വരുന്ന രീതിയിൽ ഡൈനിങ്ങും സെറ്റ് ചെയ്തിട്ടുണ്ട്. 4 ആൾക്കാർ ഇരിക്കാൻ വരുന്ന ഒരു കുഞ്ഞു ടേബിളാണ്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ടേബിളും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ അയാനൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേബി സീറ്റും വെച്ചിട്ടുണ്ട്. അതെല്ലാം ആദ്യം ഉള്ളതാണ്. ടേബിളിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറേ ഹാങ്ങിങ് ചെടിയും താഴെ ഒരു പ്ലാന്റ് എല്ലാം വെച്ചിട്ട് അടിപൊളിയാക്കി വെച്ചതിന്. അക്വേറിയത്തിൽ ഒരുപാട് മീനൊന്നുമില്ല, വെറും 2 മീനേ ഉള്ളൂ. ഷോപ്പുകാർ പറഞ്ഞ് ഒരുപാട് മീൻ ഒരുമിച്ചിടണ്ട, ആദ്യം ഇവരൊന്ന് സെറ്റ് ആവട്ടെ എന്നിട്ട് ഇട്ടാൽ മതി എന്നുള്ളത്. അറിയില്ല, ഷോപ്പുകാർ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തൽക്കാലം 2 ഉള്ളൂ. പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള വോളിൽ ഫാമിലി ഫോട്ടോവും വെച്ചിട്ടുണ്ട്. ഇതിൽ കുറേ ഫോട്ടോസെല്ലാം ഞാൻ എടുത്തതാണ് കേട്ടോ. എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യണേ. ഈ ഫ്രെയിമെല്ലാം ഓൾറെഡി ഉണ്ടായതാണ്, പക്ഷേ ഫോട്ടോ ഒന്നും ഇതുവരെ തൂക്കാനുള്ള സമയമൊക്കെ ഉണ്ടായിക്കില്ല. അങ്ങനെ ഇപ്രാവശ്യം എന്തായാലും തൂക്കിയേ പറ്റൂ എന്നുള്ള രീതിയിൽ എവിടെയെല്ലാം ഫോട്ടോസ് വെക്കാൻ പറ്റും അവിടെയെല്ലാം ഞാൻ ഫോട്ടോ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹോളൊന്ന് പിന്നെ വലിയൊരു പാസേജാണ് വരുന്നത്. പാസേജിൻ്റെ ഫസ്റ്റ് കാണുന്ന ഡോറ് കിച്ചണ്, പിന്നെ ബാത്റൂം, ലാസ്റ്റ് കാണുന്നത് ബെഡ്റൂം. അങ്ങനെയായിട്ട് ഈ പാസേജിൽ വരുന്ന 3 ഡോറ് വന്നിട്ട് കിച്ചണിലേക്ക് പോകുന്ന ആ വോളിൻ്റെ അടുത്തായിട്ട് ഒരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള ചെടി അവിടെ വെച്ചിട്ട് നല്ലൊരു ക്യൂട്ടായിട്ട് നല്ല രസമുള്ള
കിച്ചണിൽ എൽ ഷേപ്പിൽ സ്റ്റാൻഡ് വരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര നീറ്റായിട്ട് ഇപ്പോൾ യൂസ്ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എൽ ഷേപ്പിൻ്റെ ഒരറ്റത്തായിട്ട് വാഷിംഗ് മെഷീനും ഒരറ്റത്തായിട്ട് ഗ്യാസും വെച്ചത്. അപ്പോൾ ആദ്യത്തെ ഫ്ലാറ്റിൽ ഈ സ്റ്റാൻഡ് 3 പീസായിട്ട് വരുന്നതുകൊണ്ട് തന്നെ അതൊരു യൂസ്ഫുള്ളായിട്ട് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്രാവശ്യം ഒരു നല്ല വൃത്തിക്കുള്ള സ്റ്റാൻഡ് കിട്ടീന്. പിന്നെ ഒരു മേലെ ഉള്ള എൽ ഷേപ്പ് ഒരു ചെറിയ തട്ട് വെച്ച് നോക്ക് മിക്സിയും പിന്നെ കുറച്ച് നട്സെല്ലാം വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ താഴെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കുപ്പികൾ വെച്ചിട്ട് പൊടികൾ വെക്കാൻ വേണ്ടിയിട്ട്. അത് ഫില്ല് ചെയ്യണം മഞ്ഞളും കാര്യങ്ങളും വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കപ്പെല്ലാം ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പൊടികൾ വെക്കുന്ന പാത്രവും ഈ കപ്പ് വെക്കുന്ന ഈ ഹാങ്ങിങ് സാധനം എല്ലാം ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. താല്പര്യമുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കിച്ചണിലെ വിശേഷങ്ങൾ. ഒരു സിമ്പിൾ കിച്ചൺ. ഇനി നമുക്ക് ബെഡ്റൂമും ബാക്കിയുള്ള ഒരു ബാത്റൂമും കാണാം. ഇവിടെ ഈ വോളിലായിട്ട് ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട് ക്യാമലിൻ്റെ. പിന്നെ നമുക്ക് ബാത്റൂം കാണാം. ബാത്റൂം അറ്റാച്ച്ഡ് അല്ല, പുറത്തായിട്ടാണ് ബാത്റൂം വരുന്നത്. റൂമിൻ്റെ ചേർന്നിട്ട് തന്നെ, പക്ഷേ അറ്റാച്ച്ഡ് ആയിട്ടല്ലേ വരുന്നത്. അപ്പം ബാത്റൂം മറ്റേ ബാത്റൂം പോലെ തന്നെ, പക്ഷേങ്കിൽ ഇവിടെ ബാത്ത് ടബ് വരുന്നുണ്ട്. കൂടുതൽ അങ്ങനെ ഇതൊന്നുമില്ല. ടൈൽസ് വ്യത്യാസമുണ്ട്, അടുത്ത പോലെ ടൈലല്ല. അപ്പം അതന്നെ ഒരു ബാത്റൂം കൂടുതലായിട്ടൊന്നും കാണിക്കാനില്ലല്ലോ. സിമ്പിൾ ബാത്റൂം. പിന്നെ ഇത് വന്നിട്ട് ഉള്ള ബെഡ്റൂമിൽ അങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. സാധാ ഒരു നോർമലായിട്ടുള്ളൊരു ബെഡ്റൂം. ഈ റൂമിൽ ഫ്രെയിമും കാര്യമൊന്നുമില്ല. ഇനി വെക്കണമെന്ന് താല്പര്യമുണ്ട്. ഇപ്പം തൽക്കാലം ഫ്രെയിമും കാര്യമൊന്നുമില്ല. കർട്ടന് വലിക്കുന്ന കർട്ടനാണ് വെച്ചത്. പിന്നെ അത്രയല്ലേ ഉള്ളൂ. അവിടെ അയാൻ ഉറങ്ങുന്നുണ്ട്. ഞാൻ സൗണ്ട് ഇല്ലാണ്ട് മെല്ലെ വന്ന് വീഡിയോ എടുത്തതാണ്. ഇതോടെ ഡ്രസ്സിങ് ഏരിയ, ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഏരിയ പോലെ ഓള് സെറ്റ് ചെയ്തതാണ്. വലിയ കണ്ണാടി കാര്യമെല്ലാം ഹാങ് ചെയ്തിട്ട്. ഇതാ അവളെ വിൻഡോന്ന് കാണുന്ന വ്യൂ. ഇത് ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ലോങ് വ്യൂ ഒന്നും നമുക്ക് കിട്ടൂല. ജസ്റ്റ് റോഡ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഈ റൂമിൻ്റെ വിശേഷം. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇത് വാർഡ്രോബിൻ്റെ മേലെയായിട്ട് നമ്മൾ കിടക്കുന്ന മാട്രസ്. അത് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന മാട്രസ്. ഞാൻ ഉച്ചാനി വന്നാൽ അത് നിവർത്തും, അതിൽ കിടക്കും. പിന്നെ നമ്മൾ പോകുമ്പോൾ അത് മടക്കി വെച്ചെടുക്കും. അത്ര തന്നെ. ഇനി നമുക്ക് ബാൽക്കണി കാണാം. ബാൽക്കണിയിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യൂ ഇല്ല. കാരണം ഇത് 2 ഫ്ലോർ മാത്രം വരുന്നൊരു ബിൽഡിംഗ് ആയത്. താഴെ ഗ്രൗണ്ട്, ഇത് ഫസ്റ്റ് ഫ്ലോർ. ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് വ്യൂ ആയിട്ടൊന്നും കിട്ടൂല. താഴെ റോഡ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ കുറച്ചൊരു ലോങ് വരെ കാണാൻ പറ്റും. നമുക്ക് ഹൈറ്റുള്ള ബിൽഡിങ്ങിലെല്ലാം വളരെ ലോങ് ആയിട്ട് നല്ല വ്യൂ എല്ലാം കാണാൻ പറ്റും. ഇത് ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ട് അങ്ങനെ വ്യൂവും കാര്യമൊന്നുമില്ല. ചുറ്റുള്ള ബിൽഡിംഗ് കാണാൻ പറ്റും. അത്ര തന്നെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.